ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വൈവിധ്യ ദിനത്തിന്റെ ഭാഗമായുള്ള സെമിനാർ സംഘടിപ്പിച്ചു. സാംസ്കാരിക വൈവിധ്യം ഊട്ടിയുറപ്പിക്കാൻ പ്രാദേശിക കൂട്ടായ്മകൾ ശക്തിപ്പെടണമെന്ന് CM വിനയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭാഗമായുള്ള സെമിനാർ സംഘടിപ്പിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് CM വിനയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. അതേ ഇംഗ്ലീഷ് എഴുതിയിരുന്നത് പിന്നീട് തന്റെ ഭാഷയുടെ ദുരവസ്ഥ കണ്ടിട്ട് ഞാൻ എന്റെ ഈ പ്രാദേശിക ഭാഷയിൽ മാത്രമേ എഴുതൂ എന്ന് തീരുമാനിച്ച ഒരാളാണ്. എങ്ങനെയാണ് ഭാഷയ്ക്കെതിരായിട്ട് സാംസ്കാരിക വൈവിധ്യത്തിനെതിരായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ലോകത്ത്? ഇന്ത്യയിലേക്ക് നമുക്ക് ഇതിനു ശേഷം വരാം. ഏറ്റവും പ്രധാനം ആഗോളീകരണം എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഭാസം ലോകത്ത് വ്യാപകമായി 90-കളിൽ നമ്മുടെ രാജ്യത്തടക്കം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് നമുക്കറിയാം, യൂറോപ്യൻ അധിനിവേശമാണ് ആഫ്രിക്ക അടക്കമുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ തോതിൽ ചൂഷണം ചെയ്ത് കൊണ്ടുപോയത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ സംസ്കാര നഷ്ടം, ഭാഷാ നഷ്ടം, സംസ്കാരത്തിന് വേണ്ടിയുള്ള കടുത്ത അധിനിവേശം നടന്നത് പ്രധാനമായിട്ടും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെയാണ്. യൂറോപ്യൻ അധിനിവേശത്തിന്റെ ഭാഗമായി അപ്പൊ ഈ ഭാഷകളെ അല്ലെങ്കിൽ സംസ്കാരത്തെ അടിച്ചമർത്തുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി, ഒരു അനുഭവം എന്ന് പറയുന്നത് ഈ തരത്തിൽ ആഗോളീകരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായ സാംസ്കാരിക അധിനിവേശമാണ്. ഭാഷയെ, പാട്ടിനെ, നാടൻ പാട്ടുകൾ മാത്രം തെരഞ്ഞു പിടിച്ചു കൊന്നുകളഞ്ഞ ചരിത്രം വരെ അധിനിവേശ കാലത്തുണ്ടായിരുന്നു എന്ന് വായിക്കാൻ കഴിയും. സാംസ്കാരിക വൈവിധ്യം ഊട്ടിയുറപ്പിക്കാൻ പ്രാദേശിക കൂട്ടായ്മകൾ ശക്തിപ്പെടണമെന്ന് CM വിനയചന്ദ്രൻ പറഞ്ഞു. സെമിനാറിൽ പപ്പൻ കുട്ടമത്ത് അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗം PP രാജൻ സ്വാഗതം പറഞ്ഞു. മധു V നന്ദി അർപ്പിച്ച് സംസാരിച്ചു. AM ബാലകൃഷ്ണൻ ആമുഖാവതരണം നടത്തി. ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ P പ്രഭാകരൻ, ഡോക്ടർ KV സജീവൻ, KV രവീന്ദ്രൻ, പ്രേമചന്ദ്രൻ ചോമ്പാല എന്നിവർ സംസാരിച്ചു. K ബാലകൃഷ്ണൻ ക്രോഡീകരണം നടത്തി. സാംസ്കാരിക വൈവിധ്യത്തിന്റെ പ്രാധാന്യം ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.